ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എഗ്ഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കണേ. എങ്ങനെയാണ് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ വെച്ചേക്കണം. അതിനുശേഷം ഒരു വലിയ കടായി എടുത്ത് അതിൽ കുറച്ച് അധികം വെള്ളം തിളച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. റൈസിന് പാകത്തിന് ഉപ്പ് വേണം. റൈസ് കുക്കായി വരുമ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടായിരിക്കണം. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അത് ക്ലോസ് ചെയ്ത് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് കുക്കാവട്ടെ. ഇപ്പോൾ ഇത് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കുക്കാവരുത്. ഒരു 1/4 ഭാഗം മാത്രമേ റൈസ് കുക്കാവാൻ പാടുള്ളൂ. അത് നമ്മളപ്പോൾ തന്നെ വേഗം ഒരു സ്ട്രെയിനറിലെടുത്ത് സ്ട്രെയിൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു വലിയ പ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് വെച്ച് ഫാനിൻ്റെ അടിയിൽ കൊണ്ട് വയ്ക്കണം. അത് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക ഞാൻ ചെയ്യാറുള്ളത്. ഒരു 2 hours ബിഫോറൊക്കെ കുക്ക് ചെയ്ത് 2 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയനൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഒരു ഫ്രൈ പാൻ, നല്ല ചുവട് കട്ടിയുള്ള ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് കൊടുക്കുക. അതൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കുക്കായതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കുക. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ ഫ്രൈ പാനിൽ തന്നെ കുറച്ചുകൂടി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഫ്ലെയിമൊക്കെ ഹൈയിൽ തന്നെ ഇടണം. ഫ്രൈഡ് റൈസ് എല്ലാം കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം ഹൈ ആക്കി വയ്ക്കണം. അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി അതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തത്, ഞാനത് ഈ ഒരു ചെറിയ ബൗള് അത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, ഫ്ലെയിമൊക്കെ ഹൈ തന്നെ ആക്കി വെക്കണം. അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു. അതും 1 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ്, 1.5 ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. വെജിറ്റബിൾസ് ഒന്നും അധികം കുക്ക് ആവണ്ട. അത് കടിക്കാൻ പറ്റുന്ന ടൈപ്പ് ആവണം. ഇനി അതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക.
നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക. ഇത് പതുക്കെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഈ റൈസ് എല്ലാം പൊട്ടിപ്പോവും. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്ലെയിം എപ്പോഴും ഹൈ ആയിട്ട് തന്നെ ഇരിക്കണം. പെട്ടെന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ റൈസൊക്കെ നല്ല ഇതായിട്ടുണ്ട്, വിട്ടാണ് നിൽക്കുന്നത്. ഒട്ടിപ്പിടിക്കാത്ത റൈസ് വേണം. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thanks for watching my video. Bye.